ബാലാവകാശ നിയമങ്ങൾ കാറ്റിപ്പറത്തി വീട്ടുവേലയ്ക്കായി സംസ്ഥാനത്തേക്ക് നിരവധി കുട്ടികളെയാണ് എത്തിക്കുന്നത്. ഇങ്ങനെ എത്തുന്ന കുട്ടികൾ ലൈംഗിക അതിക്രമത്തിനും ഇരകളാകുന്നു. തൊഴിലാവശ്യങ്ങൾക്കടക്കം സംസ്ഥാനത്തെത്തുന്ന ഇതര സംസ്ഥാനക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് ചട്ടം. എന്നാൽ കുട്ടികളെ ഉൾപ്പെടെ വീട്ടുജോലിക്കായി കടത്തിക്കൊണ്ടുവരുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പോലും അധികൃതരുടെ പക്കലില്ല. കാസർഗോഡ് പള്ളിക്കരയിലേക്ക് വീട്ടുജോലിക്കെത്തിച്ച ബംഗളൂരു സ്വദേശിനിയായ പെൺകുട്ടിയെ 3 മാസം മുൻപാണ് ശിശുക്ഷേമ സമിതി രക്ഷപ്പെടുത്തി മഹിളാ മന്ദിരത്തിലെത്തിച്ചത്. നീലേശ്വരത്തെ വീട്ടിലെത്തിച്ച ഒഡീഷ സ്വദേശികളായ 2 കുട്ടികളെ ശിശു സംരക്ഷണ സമിതി രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വീട്ടുജോലിക്കെത്തുന്ന പെൺകുട്ടികൾ ഉടമയുടെ ക്രൂരതയ്ക്കിരയാവുന്നുമുണ്ട്. വീട്ടുടമയുടെ ലൈംഗികാതിക്രമത്തിനും ക്രൂരതയ്ക്കുമിരയായി ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഥ കാസർഗോഡിന് പറയാനുണ്ട്. കുടക് അയ്യങ്കേരി സ്വദേശിനി സഫിയ എന്ന 16-കാരിയെ വീട്ടുടമയുടെ നേതൃത്വത്തിലാണ് കൊലപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ മുതലെടുത്തുള്ള ചൂഷണമായതിനാലാണ് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം സംഭവം പുറംലോകം അറിയാതിരിക്കുന്നതെന്ന് സഫിയ കേസ് വാദിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ പറയുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ പെൺകുട്ടികൾ വ്യാപകമായ രീതിയിൽ ഈ വീട് ജോലിയിലും മറ്റു ജോലികൾക്ക് നിന്ന് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത്തരം ഘട്ടങ്ങളിൽ പരാതി പറയാൻ ആരും തയ്യാറാവാറില്ല. പരാതി പറഞ്ഞാൽ പോലും അറിയിക്കുന്ന ഗൗരവത്തിൽ പോലീസോ ബന്ധപ്പെട്ട വകുപ്പുകളോ ശ്രദ്ധിക്കാറില്ല. ആ ഒരു യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഇതിന് നേരിടേണ്ടത്. 14 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ മാത്രമേ ബാലവേല നിയമം ബാധകമാകുന്നുള്ളൂ എന്നതിനാൽ കുട്ടികൾ വീട്ടുവേല ചെയ്യുന്നതറിഞ്ഞാലും അധികൃതർ ഇടപെടാറില്ല. ബാലാവകാശം ഹനിക്കുന്ന സംഭവങ്ങൾ പുറത്തെത്താത്തതിനാൽ ശിശു സംരക്ഷണ വകുപ്പിന് പോലും ഇടപെടാൻ സാധിക്കാതെ വരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വില കൊടുത്തു വാങ്ങിയാണ് കുട്ടികളെ കടത്തുന്നത്. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കാസർഗോഡ്.